അങ്ങനെ വിജയലക്ഷ്മി അമ്മ ഈ കല്യാണം അംഗീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അനാർക്കലി പറയാണ്, എന്നാൽ പിന്നെ ഇവർ എൻ്റെ വീട്ടിൽ പോന്നോട്ടെ, ഞാനൊരു മോളെ പോലെ നോക്കിക്കോളാം, അവരെൻ്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ധ്യാനാണെങ്കിലും പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെ സംരക്ഷിക്കാൻ എനിക്കറിയാം, ആരുടെയും കൂടെ ചെല്ലേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനാർക്കലി ആണെങ്കിലും പറയുന്നുണ്ട്, ഇവൻ മിടുക്കനാണ്, നിന്നെ എന്തായാലും ഇവൻ നല്ലപോലെ സംരക്ഷിച്ചോളും, ഒരു നിൻ്റെ സ്ഥാനത്ത് എൻ്റെ ശരിക്കത്തെ മോളാണ് ഞാൻ സന്തോഷിച്ചേനെ, നല്ലൊരു വരനെയാണ് അവൾക്ക് കിട്ടിയത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയും, ധ്യാൻ ഒന്ന് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ രഞ്ജു പറയും, എന്താണ് ധ്യാനിൻ്റെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കാനുള്ളത്, ഞാനും കൂടി കേൾക്കട്ടെ, എന്താണ് ഉള്ളത്, എനിക്കും കൂടി അറിയണം, അങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നൊന്നും നടക്കില്ല എന്നിങ്ങനെ പറയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ ധ്യാനിൻ്റെ അടുത്തൊന്നും സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. ശേഷം ഗോവിന്ദും ഗീതും വന്ന് അവിടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കാറ് വരുന്ന സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി അമ്മയ്ക്ക് പേടിയാവുകയാണ് ചെയ്യുന്നത്. വേഗം അനാർക്കലിയെ മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവരെത്തിയല്ലോ. അപ്പോൾ നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട്, എനിക്ക് ആരും പേടിയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, എന്നാൽ എനിക്ക് പേടിയുണ്ട്, വേഗം ഇവിടുന്ന് മാറ് എന്ന് പറഞ്ഞ് അവിടുന്ന് മാറ്റി കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദും ഗീതു വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ കാണുന്നത് രഞ്ജുവിൻ്റെയും ധ്യാനും ഇങ്ങനെ പൂമാലയൊക്കെ ഇട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന വരവായിരിക്കും കേട്ടോ. എന്നിട്ട് വേഗം രഞ്ജു വന്നിട്ട് പറയും, ഏട്ടാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഏട്ടാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും ഒന്ന് ചിരിക്കുന്നുണ്ട്, ചിരിക്കണോ അതോ ദേഷ്യപ്പെടണോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ. എന്നിട്ട് പിന്നെ രഞ്ജു ഗോവിന്ദൻ്റെ കാലിലൊക്കെ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ധ്യാനാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ അവിടെ വിജയലക്ഷ്മി അമ്മ വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വിജയലക്ഷ്മി അമ്മേനെ കാണുമ്പോൾ ഗോവിന്ദിന് ദേഷ്യം വന്നിട്ട് ചോദിക്കും, നിങ്ങളോട് ആരാ ഈ കല്യാണം നടത്തി കൊടുക്കാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചൂടാവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു പറയും, കണ്ണേട്ടാ അത് അമ്മ അറിഞ്ഞിട്ടല്ല, അമ്മ അറിയാതെയാണ് കല്യാണം കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ, ഇത് ഇവരുടെ മാത്രം തീരുമാനമായിരുന്നു കണ്ണേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഗോവിന്ദാണെങ്കിലും രഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇത്ര ധൃതി പിടിച്ചത്, ഞങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ നടത്തി തരില്ലായിരുന്നോ, ഒരു 3 മാസം സമയം എന്താ, നിങ്ങൾ എന്തായാലും 2 വീട്ടിൽ കഴിയണം, അതുവരെ നമുക്ക് നല്ല ഗംഭീരമായിട്ട് കല്യാണമൊക്കെ നടത്താം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, അതിനി നടക്കില്ല ഏട്ടാ, ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെ താമസിക്കുള്ളൂ, ഇപ്പോൾ ധ്യാനിൻ്റെ ഭർത്താവാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ ഇനി കഴിയുള്ളൂ, ഞങ്ങൾ മാറി താമസിക്കില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, ഒരുപാട് പ്രാരാബ്ധമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ധ്യാന് കല്യാണം പിന്നീട് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട്, ഇനി ആരും അത് ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, വേണ്ട, ഇനി ഞങ്ങൾ രണ്ടാളും കൂടി കാര്യങ്ങളൊക്കെ ചെയ്തോളാം, കടങ്ങളും എല്ലാം ഞങ്ങൾ തന്നെ വീട്ടിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതാണ് പ്രശ്നമെങ്കിൽ ഇനി അതാരും വിഷമിക്കേണ്ട, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കടങ്ങളൊക്കെ സെറ്റാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ രഞ്ജു ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഗീതു നീയെങ്കിലും ഞങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത്, നീയും എന്താ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, നിനക്കും വലിയ താല്പര്യമുള്ള പോലെ ഇല്ലല്ലോ ഈ കല്യാണത്തിന് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് മോളെ എല്ലാവർക്കും സങ്കടം, എല്ലാവരും നല്ല രീതിയിൽ കല്യാണം നടത്തണമെന്നായിരുന്നല്ലോ തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ധ്യാനിൻ്റെ അടുത്ത് നമ്മുടെ ഗോവിന്ദ് പറയാണ് കേട്ടോ, ധ്യാനം ഒന്നിങ്ങൾ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രഞ്ജു പറയും, എന്താണ് ധ്യാനിൻ്റെ അടുത്ത് മാത്രമായിട്ട് എല്ലാവർക്കും സംസാരിക്കാനുള്ളത്, എന്താണ് എൻ്റെ അടുത്ത് ആരും ഒന്നും പറയാത്തത്, ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും മാറാരോഗമുണ്ടോ, എനിക്കെന്താ ആയുസ്സില്ലേ, ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് മരിക്കുമോ, അതുകൊണ്ടാണോ കല്യാണം നടക്കില്ലെന്ന് പറയുന്നത്, എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം യാഥാർത്ഥ്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് പക്ഷേ സത്യമാണെന്ന് നമ്മുടെ രഞ്ജുവിനെ അറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു പറയും, ഇതിപ്പോൾ എന്തായാലും ഒരു പൊതു സ്ഥലമല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയും പറയും, നമുക്ക് എല്ലാവർക്കും ചെമ്പകശ്ശേരിയിലോട്ട് പോവാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ കാറിൽ കയറി യാത്രയാവണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അനാർക്കലി ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഈ കല്യാണത്തിനോട് എതിർപ്പാണ്, എന്തായിരിക്കും ആ എതിർപ്പ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാർക്കലി.
അങ്ങനെ ചെമ്പകശ്ശേരിയിൽ അവർ കാറും കൊണ്ട് എത്തുകയാണ് കേട്ടോ. 2 കാറും വന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മയോട് നമ്മുടെ ഗീതു പറയും, എന്തായാലും നമുക്ക് ആ ഒരു രീതിയൊന്നും തെറ്റിക്കണ്ട, എല്ലാം അമ്മ പോയി റെഡിയാക്ക്, വിളക്കും ആരതിയൊക്കെ ആയിട്ട് തന്നെ നമുക്ക് അവരെ അകത്തോട്ട് കയറ്റാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മ അങ്ങോട്ട് പോവുകയാണ് അതൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഗീതുവിനെ മാറ്റി നിർത്തി നമ്മുടെ ഗോവിന്ദ് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ ആരതി ഒഴിഞ്ഞൊക്കെ സ്വീകരിക്കേണ്ട ആവശ്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു പറയും, എല്ലാ അതിൻ്റെ രീതിയിൽ തന്നെ നടക്കട്ടെ കണ്ണേട്ടാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളിങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് അവരെ നോക്കുന്നുണ്ട്. രഞ്ജുവും ധ്യാനാണെങ്കിൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ അവർ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ശേഷം നമ്മുടെ വിജയലക്ഷ്മി അമ്മ പൂജ റൂമിൽ പോയി കൃഷ്ണനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്താണ് എനിക്കിങ്ങനെ എപ്പോഴും ഓരോരോ സങ്കടങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്, എന്നിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടത്തിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു അവിടെ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗീതു അവിടുന്ന് അമ്മയടുത്ത് സംസാരിക്കാനായിട്ട് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സാന്ദ്ര വരികയാണ് കേട്ടോ. എന്നിട്ട് സാന്ദ്രയുടെ അടുത്ത് പറയും, വേഗം ഒന്ന് ആരതിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നിങ്ങനെ പറഞ്ഞ് സാന്ദ്രയെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മയോട് നമ്മുടെ ഗീതു പറയാണ്, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, എന്തിനാണ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല, ഈ ഒരു അസുഖമുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ല അമ്മേ, കുഞ്ഞുങ്ങളുണ്ടാവാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, ദാമ്പത്യ ജീവിതം നടക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, രഞ്ജുവിന് എനിക്കൊരു പേരക്കുട്ടിയെ തരണമെന്നാണ് വലിയ ആഗ്രഹം, ഇനിയിപ്പോൾ അവൾ ഇതെല്ലാം അറിയുമ്പോൾ തകർന്നു പോവില്ലേ, അവളുടെ കുഞ്ഞിനും ആ രോഗം പകർന്നാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ, അത് പിന്നീട് അറിയുമ്പോൾ, അതുമാത്രമല്ല അവൾ കാരണമാണ് ധ്യാനിൻ്റെ ജീവിതം പോയത് എന്നുള്ള കുറ്റബോധം കൂടി അവൾ പിന്നെ ഏൽക്കേണ്ടി വരില്ലേ, ഇതെല്ലാം കൂടി അറിയുമ്പോൾ, ഈ രോഗവിവരം അറിയുമ്പോൾ അവൾ എങ്ങനെ സഹിക്കും മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പറയാണ് കേട്ടോ ഗീതുവിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എല്ലാം നമുക്ക് ധ്യാനിൻ്റെ അടുത്ത് മാറി നിന്ന് എല്ലാം പറഞ്ഞ് ശരിയാക്കാം അമ്മ, ഇങ്ങനെ വിഷമിക്കില്ലേ, ഇനിയിപ്പോൾ നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ വിളക്കൊക്കെ കൊണ്ടുപോയി പുറത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ വിജയലക്ഷ്മി അമ്മ. എന്നിട്ട് പിന്നെ ആരതി ഒഴിയാനായിട്ട് ഗീതുവിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ, മോളെ നീ തന്നെ ആരതി ഒഴിയെന്ന് പറഞ്ഞ് ആരതിയൊക്കെ ഒഴിഞ്ഞ് ചന്ദനമൊക്കെ തൊട്ട് അവർ വിളക്കും കൊണ്ട് അരയിഞ്ചും അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അകത്ത് കയറുമ്പോൾ സാന്ദ്രയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തൽക്കാലം പാലും പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ പാലും പഴമൊക്കെ കൊടുക്കുകയാണ്, നമ്മുടെ വിജയലക്ഷ്മി അമ്മ രണ്ടാൾക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഗീതു കണ്ണേട്ടൻ്റെ അടുത്ത് പറയും, കണ്ണേട്ടനും കൂടി കൊടുക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വലിയ താല്പര്യമൊന്നുമില്ല, എന്നിട്ട് പിന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഗോവിന്ദനാണെങ്കിൽ അകത്ത് കയറാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ വേറെ വഴിയില്ലല്ലോ എന്നോർത്ത് അകത്ത് കയറുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ അവർ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗീതു പറയും, രഞ്ജു നീ ആകെ മുഷിഞ്ഞല്ലോ, നിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണ്ടേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ആണെങ്കിലും പറയും, ആ മാറ്റണം. അപ്പോൾ ധ്യാന് എന്ത് ചെയ്യും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതു പറയും, പുറത്തിപ്പോൾ കാറും ഇല്ല, എന്തായാലും കാറും എടുത്ത് വന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുമല്ലോ, ഗോവിന്ദേട്ടനും കൂടെ വരും എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഗോവിന്ദനെ നോക്കി നമ്മുടെ ഗീതു പിന്നെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദന് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ ധ്യാനിനെയും കൂട്ടി പോകാനായിട്ട് ഗോവിന്ദ് റെഡി ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗീതു ആണെങ്കിൽ രഞ്ജുനെയും കൊണ്ട് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം ഗോവിന്ദും ഗീതു ഒക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്, ഇവർ രണ്ടാളും തമ്മിൽ എന്തോ പ്ലാന് ഒപ്പിക്കുന്നുണ്ട്, അവർ തമ്മിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്തായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ ഓരോ കഥയും ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.